വെൽക്കം ടു മൈ അനദർ വീഡിയോ. ഇന്ന് സൺഡേ. അപ്പം സൺഡേ രാവിലെ കിസിയും ലിയോണും ചേർച്ചിലോട്ട് പോവാണ്. സൺഡേ സ്കൂളും പരിപാടികളൊക്കെയാണ്. അപ്പോൾ അവരിന്ന് ബിസിയാണ്, ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് വർക്കില്ല. സോ ഇന്ന് നമ്മുടെ ഷോപ്പ് ക്ലോസ്ഡ് ആണ്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് 9:30 ആകുമ്പോഴത്തേക്കും എനിക്ക് മറ്റേതിന് ചേർച്ചിൽ പോയാൽ മതി. അപ്പോൾ അപ്പോഴത്തേക്ക് പിള്ളേരുടെ കാറ്റിസൊക്കെ കഴിഞ്ഞ് അവരും എല്ലാവരും ചേർച്ചിൽ വരും. അപ്പോൾ 9:30 ഞങ്ങൾക്ക് പോയാൽ മതി. അതിന് മുന്നേ ഐ എം പ്ലാനിങ് ടു ഡു, ഇപ്പോൾ സമയം 8 മണിയായി. അപ്പോൾ ഒരു 1.5 മണിക്കൂറുണ്ട്. സോ ഐ എം പ്ലാനിങ് ടു ഡു എ ലിറ്റിൽ ബിറ്റ് ഓഫ് വാം അപ്പ് ടുഡേ. കാരണം സൺഡേ ആണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഉച്ച കഴിഞ്ഞും ഡെഫിനറ്റ്ലി ഫാമിലിയൊക്കെ നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് സോ ഐ വിൽ ബി ബിസി വിത്ത് ദം, യുനോ, കുക്കിംഗ്, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യണം. സോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ. അപ്പം ഇന്ന് ടുഡേ സൺഡേ ആണെങ്കിലും ബിസി ഡേ എന്ന് വേണമെങ്കിൽ പറയാം. സോ അപ്പോൾ ഐ എം ഗോയിങ് ടു ഡു ലിറ്റിൽ ബിറ്റ് ഓഫ് വാം അപ്പ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഐ വിൽ ബി ഷോയിങ് യു ടുഡേയ്സ്. ഇന്ന് എന്താണ് കുക്ക് ചെയ്യേണ്ടതെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, പക്ഷേ ഐ വിൽ ഷോ യു. ഓക്കെ, അപ്പോൾ എൻജോയ് അവർ വ്ലോഗ് ഗൈസ്. ഹെസിയും ലിയോണും ചേർച്ചിൽ പോകുന്നു. ബൈ. ഇത് കഴിഞ്ഞ് ട്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ബൈ ഹെസി. അപ്പോൾ ഞാൻ വരാൻ റൗണ്ട് ഓഫ് 1. ഓക്കെ, കെസിയെ വരുമ്പോൾ എന്തായാലും 2 o'clock ഒക്കെ ആവും. ബട്ട് ഫൈൻ. ട്യൂഷൻ കെസിക്ക് സൺഡേയും സാറ്റർഡേയും മാത്രമേ ഉള്ളൂ. സോ ലിയോൺ കാറ്റ്സും ബുക്കൊന്നും എടുക്കുന്നില്ലേ? വെരി ഗുഡ്. കാറ്റ്സും ബുക്കൊന്നും ഇല്ലാതെ ലിയോൺ കൈ വീശി ഇറങ്ങിയതാണ്. ബട്ട് ഇറ്റ്സ് ഫൈൻ. അപ്പം ദേ ആർ ഗോയിങ് ഫോർ ചർച്ച്. എന്താണ് സൺഡേ സ്കൂൾ സംഭവങ്ങളെല്ലാം. അപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് വാമൊക്കെ ചെയ്ത് കുറച്ച് മസിലൊക്കെ പമ്പൊക്കെ ചെയ്യാൻ പോവാണ്. സോ എനിവേ ഇന്ന് സൺഡേ ഇവരെ ഇരുത്തി വർക്കൗട്ട് ചെയ്യേണ്ട ദിവസമാണ്. ബട്ട് ഐ വിൽ സീ ഈവനിങ് ചെയ്യാം കേട്ടോ. കേട്ടോ ചെയ്യാം ഈവനിങ്. ഓക്കെ, ഫസ്റ്റ് ടൈമായി ഓൾറെഡി 8 മണി കഴിഞ്ഞു. സോ ബൈ ലിയോൺ. ബൈ ബൈ. ക്രൈസി പോ. അപ്പോൾ ഗൈസ്, ഞാൻ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാണ്. അതായത് ഇന്നലെ നമുക്കിവിടെ സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, കണവ റോസ്റ്റ്. അപ്പം ഇത് ഇത്രയും ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ചപ്പാത്തിയോ സംതിങ് രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം വേറെ ഉണ്ടാക്കുന്ന ടൈം എനിക്ക് സേവ് ചെയ്യാൻ പറ്റും. അവർക്ക് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം ഇനി എൻ്റെ ഫുഡിൻ്റെ സമയമാണ്, പ്രീ വർക്കൗട്ട് ഫുഡ്. അപ്പം 1/2 മണിക്കൂർ ഒന്ന് വാമപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ എന്തെങ്കിലും കഴിക്കണം. മെയിൻ തിങ് നമ്മൾ വർക്കൗട്ട്, വാമപ്പ്, എക്സസൈസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്കാണ്. ചുമ്മാ രാവിലെ എണീക്കും, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, ഒരു ഗ്ലാസ് ചായ കുടിക്കും, നേരെ ജിമ്മിലോട്ട് വിടും. ഒരിക്കലും ചെയ്യരുത്. നമുക്ക് ബേൺ ചെയ്യണമെങ്കിൽ, നമ്മളെ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ, എക്സസൈസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി യു നീഡ് എനർജി. അതില്ലാതെ നമ്മൾ ജിമ്മിൽ ഒക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ തല ഇറങ്ങി വീഴും ഗൈസ്. അപ്പോൾ ഒരിക്കലും അതൊന്നും ചെയ്യരുത്. സോ ഈറ്റ് സംതിങ് ബിഫോർ യു ഗോ, ബിഫോർ യു വർക്കൗട്ട്, ബിഫോർ യു എക്സസൈസ് ഓർ വോട്ട് എവർ. അപ്പം ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത് ബ്രോക്കൺ വീറ്റാണ്. ബ്രോക്കൺ വീറ്റ് അറിയാലോ, മറ്റേ നുറുക്ക് ഗോതമ്പ്. അപ്പോൾ സാധാരണ യൂഷ്വലി വർക്കൗട്ടിന് മുന്നേ ഒരു പഴം അല്ലെങ്കിൽ ഒരു ഏത്തയ്ക്ക അല്ലെങ്കിൽ ഒരു ബൗള് ഓട്സ് ഇതൊക്കെയാണ് സാധാരണ കഴിക്കാറ്. അപ്പോൾ ഇന്ന് ബ്രോക്കൺ വീറ്റാണ്. അപ്പം അതെങ്ങനെ പ്രിപ്പറേഷൻ ഒന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ബോയിൽ ഒരു ഉപ്പിട്ടിച്ചിരി വേവിക്കുക, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് പാൻ വെച്ചിട്ട് ഒരു ഇത്തിരി ഓയിൽ ചൂടായി കഴിയുമ്പോൾ ജസ്റ്റ് 2-3 കറി ലീവ്സ്, പച്ചമുളക് ഇതിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യണം. സ്പൂൺ എടുത്തില്ല ഗൈസ്. ഇതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട്. എന്നിട്ട് ഇത്തിരി വെള്ളം, ഫൈനലി ഇത്തിരി ഉപ്പ്, ദാറ്റ്സ് ഓൾ. ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഒരു ഇത്തിരി ഇതിൽ ജസ്റ്റ് ഫോർ മീ ഇത്രയും മതിയാവും. സോ ഒന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യണം അതിൽ. ഖലാസ്, ഇത്ര ഉള്ളൂ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഗൈസ്. ഇനി ഇതൊന്ന് നല്ല രീതിക്ക് ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഇതിൽ തന്നെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കും, അത്രേ ഉള്ളൂ. സോ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓണിയൻസോ അല്ലെങ്കിൽ ഇഞ്ചി അങ്ങനെയുള്ളതൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ എനിക്കിപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഇതൊന്ന് ബോയിൽ ചെയ്തെടുത്താൽ എൻ്റെ പ്രീ വർക്കൗട്ട് ഫുഡ് റെഡിയാവും.
അപ്പം നമ്മുടെ ബ്രോക്കൺ വീറ്റ് ഓൾമോസ്റ്റ് റെഡിയായി. ഞാനൊന്ന് നോക്കിയപ്പോൾ ഒരു ഇത്തിരി കൂടി വേവാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു അല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഞാൻ വെച്ചിരിക്കുകയാണ്. അപ്പം ഐ തിങ്ക് ഒരു 1 or 2 minutes എല്ലാം സെറ്റാവും. സത്യം പറഞ്ഞാൽ രാവിലെ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. സോ ഐ വോണ്ട് ടു ഈറ്റ് ഗൈസ്. അപ്പം നമ്മുടെ ബ്രോക്കൺ വീറ്റ് സെറ്റായി. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ വെജിറ്റബിൾസ്, ഇഞ്ചി, സവാള ഇതൊക്കെ ഇടാം. അപ്പം ഇപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനിതൊന്നും ഇട്ടിട്ടില്ല. അപ്പം തൽക്കാലം എനിക്കിത് മതി ഇന്ന്. അപ്പം ഇത് കഴിച്ചിട്ട് നമ്മളിങ്ങനെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇത് കണ്ടിട്ട് അയ്യെന്ന് വിചാരിക്കണ്ട, പുളി അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ കറി, കടലക്കറി, ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടെങ്കിൽ പുളിക്കും അടിപൊളിയായിരിക്കും. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണിത്. അപ്പം ഇതിപ്പം ഒരു പ്രീ വർക്കൗട്ട് ഫുഡാണ്. ഒത്തിരി ഫുഡ് നമുക്ക് കൈസിക്ക് കൊടുക്കാം. വാ, കൈസിക്ക് ഇഷ്ടപ്പെട്ട്. ഞായറാഴ്ച നമുക്ക് ജിമ്മിൽ റെസ്റ്റ് ഡേ ആണെങ്കിലും ഈ വെയിറ്റൊക്കെ എടുത്ത് കുറച്ച് കസരത്ത് കാണിക്കാതെ ഒരു ദിവസം സ്കിപ്പ് ചെയ്യുന്ന എന്തോ ഉള്ളിലൊരു സമാധാനമില്ലായ്മയാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് രാവിലെയെങ്കിൽ രാവിലെ, വൈകിട്ടെങ്കിൽ വൈകിട്ട് കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ സൺഡേ ഫാമിലി, ചർച്ച്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് കിട്ടുന്ന സമയം ഉള്ളതുപോലെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഗൈസ് ഒരു 30-40 minutes ആയി. ഇനി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ മിസ്സാവും. അപ്പോൾ എനിക്ക് പോകണം, കുളിച്ച് സെറ്റാവും. അപ്പം ഒരു അരമണിക്കൂറിൽ സെറ്റായിട്ട് നമുക്ക് പോകണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫിറ്റ്നസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ദിസ് ചാനൽ ഈസ് ഫോർ യു. ഇഫ് യു ആർ എ പേഴ്സൺ ഹു ലവ് ഫിറ്റ്നസ്, ദിസ് ചാനൽ ഈസ് ഫോർ യു. അപ്പോൾ എന്തായാലും എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. ഗേൾസ് പ്ലീസ് ബി സേഫ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഇന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രീ വർക്കൗട്ട് ഫുഡ് എന്താണെന്നുള്ളതാണ് കേട്ടോ. സോ ഈവൻ ഞാൻ ട്രൈ ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ ക്യാൻ ട്രൈ ഇറ്റ് ഓൾസോ. അപ്പം ബൈ.